ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത ദശകം 1 ശ്ലോകം 20, 21. അധം വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശാസ്ത്രസമ്പാദേ ധനുരുന്ദ്യമ്യ പാണ്ഡവ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹമഹീപദേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതേ. ശ്രീഹരേ നമഃ. അധ അനന്തരം വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ യുദ്ധം ചെയ്യാൻ തന്നെ ഉറച്ചു നിൽക്കുന്നതായി കണ്ടിട്ട് ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ കപിധ്വജ അർജുനൻ ശസ്ത്രസമ്പാദേ പ്രവൃത്തെ അസ്ത്രപ്രയോഗത്തിന് സമയമായി എന്നറിഞ്ഞുകൊണ്ട് ധനു ഉദ്യമ്യ വില്ലു കയ്യിലെടുത്ത് പാണ്ഡവർ ഹൃഷീകേശം കൃഷ്ണനോട് തഥാ അപ്പോൾ ഇതം വാക്യം ഇപ്രകാരമുള്ള വാക്യത്തെ ആഹ പറഞ്ഞു. മഹീപദേ അല്ലയോ രാജാവേ, ഉഭയോർ സേനയോർ മധ്യേ രണ്ടു സൈന്യങ്ങളുടെയും മധ്യഭാഗത്തിൽ മേ രഥം എൻ്റെ ഈ രഥത്തെ സ്ഥാപയ കൊണ്ടുവന്നു നിർത്തുക. അച്യുത അല്ലയോ ഭഗവാനെ കൃഷ്ണ, അല്ലയോ രാജാവേ, ധൃതരാഷ്ട്രപുത്രന്മാരെ യുദ്ധം ചെയ്യാൻ തന്നെ ഉറച്ചു നിൽക്കുന്നവരായി കണ്ട് അർജുനൻ അസ്ത്രപ്രയോഗത്തിന് സമയമായി എന്നറിഞ്ഞ് വില്ല് കയ്യിലെടുത്തു. ആ സമയം കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു. അല്ലയോ അച്യുത, രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ രഥത്തെ കൊണ്ടു നിർത്തിയാലും. സമാധാനകാംക്ഷികളായ പാണ്ഡവർ സന്ധി സംഭാഷണത്തിന് ഒരുങ്ങുകയും പല ഉപാധികളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ശാന്തിയുടെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗം കൗരവന്മാർ അവസാന നിമിഷമെങ്കിലും സ്വീകരിക്കുമെന്ന് കരുതി അർജുനന് അവിടെ തെറ്റുപറ്റി. കൗരവന്മാർ സന്ധി സംഭാഷണങ്ങൾ ത്യജിക്കുകയും അവസാനം വരെ അവർ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്തു. വേറെ ഗതിയില്ലാതെ അർജുനൻ അച്യുതനോട് സേനാമധ്യേ രഥം നിർത്താനും രഥസ്ഥാപനം കൊണ്ട് താൻ എന്തു ചെയ്യാൻ പോകുന്നുവെന്നുമാണ് ഇനി പറയുവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുവാൻ പോകുന്നത്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. മൂർഖന്നൂർ ശ്രീഹരി തിരുമേ നിജി എഴുതിയ ശ്രീഹരിഗീത എന്ന ബുക്കിലെ ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര 4 വരി ഇവിടെ 8 വരി പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. 20ഉം 21ഉം ശ്ലോകങ്ങളിലെ പവനജൻ കൊടിയടയാളമായ അർജുനനോ കൗരവരെ കണ്ട നേരം വില്ലുമേടുത്തു ശരമെയ്യാൻ തുടങ്ങവേ സാരഥിയാം കൃഷ്ണനോട് ഇത്തരത്തിൽ പറഞ്ഞല്ലോ മഹാരാജാവേ. അർജുനൻ പറഞ്ഞു, നാശമില്ലാത്തവനാകും അച്യുതാഹേ മമ സഖേ യുദ്ധം മോഹിച്ചെത്തിയതാം ഇവരെയെല്ലാം നല്ലപോലെ കാണട്ടെ ഞാൻ. അതുവരെ എൻ്റെ രഥം സൈന്യങ്ങൾക്കു നടുവിലായി നിർത്തുക വേണം. ശ്രീഹരേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.